നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിലെ വിശേഷങ്ങളെക്കുറിച്ചാണ്. ഗൾഫും അമേരിക്കയും പോലെ പഠനത്തിനും തൊഴിലിനുമായി ഇന്ത്യക്കാർ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് കാനഡ. രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായ പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും കാനഡയിലേക്കുള്ള ഇന്ത്യൻ ജനതയുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി അശുഭകരമായ റിപ്പോർട്ടുകളാണ് കാനഡയിൽ നിന്ന് പുറത്തുവരുന്നത്. ഫെഡറൽ ഇമിഗ്രേഷൻ നയങ്ങളിൽ അടുത്തിടെ ഏർപ്പെടുത്തിയ മാറ്റങ്ങളുടെ ഫലമായി കാനഡയിൽ 70,000-ലധികം അന്തർദേശീയ ബിരുദ വിദ്യാർത്ഥികൾ നാടുകടത്തൽ പ്രതിസന്ധിയിലാണെന്നാണ് റിപ്പോർട്ട്. PR നോമിനേഷനുകളും സ്റ്റഡി പെർമിറ്റുകളും നിയന്ത്രിക്കാനുള്ള ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ തീരുമാനമാണ് ഇന്ത്യക്കാരടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായത്. അനേകം സ്വപ്നങ്ങളുമായി കാനഡയിലെത്തിയ വിദ്യാർത്ഥികൾ തെരുവിൽ പ്രതിഷേധിക്കുകയാണിപ്പോൾ. PR നോമിനേഷനുകളിൽ 25% കുറവ് വരുത്തി പുതിയ പ്രവിശ്യ നയങ്ങളാണ് സംഘർഷങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്, ഒന്റാറിയോ, മാനോറ്റോബ, ബ്രിട്ടീഷ് കൊളംബിയ എന്നിവയുൾപ്പെടെ വിവിധ പ്രവിശ്യകളിലാണ് അന്തർദേശീയ വിദ്യാർത്ഥികൾ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ വർഷാവസാനത്തോടെ പലരുടെയും വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടും. ഇതോടെ നിരവധി ബിരുദധാരികൾക്ക് നാടുകടത്തൽ ഭീഷണി നേരിടേണ്ടി വരുമെന്ന് വിദ്യാർത്ഥി സംഘടനയായ നവജവാൻ സപ്പോർട്ട് നെറ്റ്വർക്കിന്റെ പ്രതിനിധികൾ അറിയിക്കുന്നു. കാനഡയിൽ എത്തിച്ചേരാൻ 6 വർഷമാണ് പ്രയത്നിച്ചത്. ശേഷം ഇവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ടാക്സി ഓടിക്കുകയും തുടർന്ന് മതിയായ കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം പോയിന്റുകൾ നേടുകയും ചെയ്തു. എന്നാൽ കാനഡയിൽ സർക്കാർ ഞങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു. നാടുകടത്തൽ ഭീഷണി നേരിടുന്ന ആളുകളുടെ വിശദീകരണം ഇങ്ങനെയാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് വിമുഖത എന്തുകൊണ്ട്? 2023 കണക്കുകൾ പ്രകാരം കാനഡയിൽ വിസ ലഭിച്ചവരിൽ 37% പേരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കാനഡയിലെ ഭവന, ആരോഗ്യ മേഖലകൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഇതിന്റെ ഫലമായി അടുത്ത 2 വർഷത്തേക്ക് കാനഡിയൻ സർക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റ് അപേക്ഷകൾക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ 2024 അംഗീകാരം നൽകിയ സ്റ്റഡി പെർമിറ്റുകൾ ഏകദേശം 3,60,000 ആയിരിക്കുമെന്നാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വിലയിരുത്തുന്നത്. മുൻ വർഷത്തേക്കാൾ 35% കുറവാണിത്. പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം ജൂൺ 21 മുതൽ അതിർത്തിയിൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റിന്, പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് വിദേശ പൗരന്മാർക്ക് അപേക്ഷിക്കാനാകില്ലെന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് വകുപ്പ് മന്ത്രി മില്ലർ വ്യക്തമാക്കി. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി കനേഡിയൻ അതിർത്തി മുഖാന്തരം രാജ്യത്തു നിന്ന് പുറത്തു കടക്കുകയും തിരികെ രാജ്യത്തെത്തുകയും ചെയ്യുന്നതിനെയാണ് ഫ്ലാഗ് പോളിംഗ് എന്ന് വിളിക്കുന്നത്. വർക്ക് പെർമിറ്റിനും സ്റ്റഡി പെർമിറ്റിനും ആവശ്യമായ കാത്തിരിപ്പ് കാലയളവ് ഒഴിവാക്കുന്നതിനായി കാനഡയിൽ താത്കാലിക താമസക്കാർ രാജ്യം വിടുകയും 24 മണിക്കൂറിനകം തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിർത്തിയിൽ ഒരു ദിവസം തന്നെ ഇമിഗ്രേഷൻ സേവനങ്ങൾ ലഭ്യമാകുന്നു. കാനഡയിൽ തൊഴിലും PR-ഉം തേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും ആശ്രയിക്കുന്ന പദ്ധതിയാണ് PGWP. 2018 അപേക്ഷിച്ച് PGWP വിതരണം 2023 വളരെ ഉയർന്നായിരുന്നു. കുറഞ്ഞ വേതനത്തിൽ താത്കാലിക ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രൂഡോ പ്രഖ്യാപിച്ചിരുന്നു. ഇതും കാനഡയിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായി. അന്തർദേശീയ വിദ്യാർത്ഥികളുടെ കടന്നുകയറ്റത്തേക്കാൾ രാജ്യത്തിന്റെ നയപരമായ പരാജയമാണ് നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ട്രൂഡോ സർക്കാർ തങ്ങളെ അന്യായമായി ടാർഗറ്റ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസത്തിനായും കാനഡയിൽ സമ്പദ് വ്യവസ്ഥയിലും വൻതോതിൽ നിക്ഷേപം നടത്തിയ വിദ്യാർത്ഥികൾക്ക് വലിയ കടബാധ്യതകളുമായി രാജ്യം വിടേണ്ട വരികയാണ് എന്ന് സംഘടനകൾ അറിയിക്കുന്നു. ബിരുദാനന്തര വർക്ക് പെർമിറ്റുകളും നീട്ടാനും PR-നായുള്ള വ്യക്തമായതും സ്ഥിരമായതുമായ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും തങ്ങളുടെ ചൂഷണത്തിന് കാരണമാകുന്ന
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സംഘാടനക്കാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കാനഡയിലെ ഒരു സാഹചര്യം. കാനഡയിൽ വരുന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ ഇപ്പോൾ ബൈ പറയുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാനഡയിലെയും UK-ലെയും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും ടോപ്പ് 1 UK അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. നന്ദി.